പ്രിയപ്പെട്ടവരെ, ബത്തേരി മീനങ്ങാടി കൽപ്പറ്റ റൂട്ടിൽ കാക്കവയൽ ടൗൺ കഴിഞ്ഞാൽ വാര്യാട് എന്ന സ്ഥലത്തെ മടയിക്കൽ നഴ്സറീൻ്റെ മുന്നിലാണ് ഒരു 3 ഏക്കറിലുള്ള ഒരു വർണ്ണവിസ്മയമാണ്. സൂര്യാന്തി പാടാണിത്. ടൂറിസ്റ്റുകൾ ധാരാളം ഫോട്ടോ എടുക്കാനായിട്ട് വരുന്നുണ്ട്. വളരെ ചുരുങ്ങിയ നിരക്കിൽ നമുക്ക് നല്ല ഫോട്ടോസ് എടുക്കാം, നല്ല കാഴ്ചകളും കാണാം. ഞാനപ്പോൾ അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച പ്രഭാകരേട്ടൻ എന്ന വ്യക്തിയെ നിങ്ങളായിട്ട് പരിചയപ്പെടുത്തുകയാണ്. പ്രഭാകരേട്ടാ, ഇതിൻ്റെ കാര്യങ്ങളൊന്നും പറയും. ഇത് എത്ര ഏക്കർ സ്ഥലത്താണുള്ളത്? 3 ഏക്കർ സ്ഥലത്താണുള്ളത്. ഞാനും തോമ്പയിൽ ഔസേപ്പ് ബേബി എന്ന് പറയുന്ന ആളും കൂടെ കൂട്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കൃഷി ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ 5 കൊല്ലമായിട്ട് ഇതിനകത്ത് നെല്ല് കൃഷി എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. 3 കൊല്ലമായിട്ട് സൂര്യകാന്തി ഇടുന്നുണ്ട്. എല്ലാ കൊല്ലവും ഇങ്ങനെ ഫോട്ടോ എടുക്കലും ചെയ്യുന്നുണ്ട് അല്ലേ? ഒരു 5 സംസ്ഥാനത്തുള്ള ആൾക്കാർ വരലുണ്ട് ഇവിടെ. കൂടുതലും വരുന്നുണ്ട്. കർണാടക, തമിഴ്നാടൊക്കെ വരുന്നുണ്ട്. കർണാടക, ആന്ധ്ര എല്ലാവരും ആൾക്കാർ വരലുണ്ട്. വന്ന് ധാരാളം എല്ലാവരും ഫോട്ടോ എടുത്ത് എല്ലാവരും പോകുന്നുണ്ട്. നല്ല കാഴ്ച എന്ന് പറഞ്ഞാൽ നല്ല കാഴ്ച തന്നെയാണ്. എത്ര ഏക്കർ? 3 ഏക്കർ. ഇത് എത്രാമത്തെ കൊല്ലം നിങ്ങൾ? മൂന്നാമത്തെ കൊല്ലം. വളരെ നല്ലൊരു കാഴ്ചയാണ്. അപ്പോൾ എല്ലാവർക്കും സഞ്ചാരികൾക്ക് സൂര്യകാന്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കിഴക്കോട്ട് തിരിഞ്ഞാണ്, എല്ലാം കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് വിരിയുള്ളൂ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. കിഴക്കോട്ടാണ് എല്ലാ പൂവും കിഴക്ക് മാത്രം തിരിഞ്ഞു നിൽക്കുക. ഇതിപ്പോൾ നിങ്ങൾ കൃഷി ചെയ്യുന്നത് പിന്നെ ഈ ഒരു ടൂറിസ്റ്റുകളെ ബേസ് ചെയ്തിട്ടാണോ അതോ വേറെ ഇതിന്റെ പൂ വേറെ വല്ല ടൂറിസ്റ്റുകളെ പിന്നെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്? ഈ കൃഷി പിന്നെ ഈ കൃഷി വകുപ്പിന്റെ ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട്, കിട്ടുന്നുണ്ട്. കൃഷി വകുപ്പിന്റെ അംഗീകാരത്തോടു കൂടിയാണ് ചെയ്യുന്നത്. ഫാം ടൂറിസം ആണ് ഉദ്ദേശിക്കുന്നത്. ഫാം ടൂറിസം ആണ്. ഇപ്പം പ്രഭാകരേട്ടൻ പറയുന്ന കേട്ടോ, എന്തോ ഇന്നലെ കൃഷി വകുപ്പ് ഡയറക്ടർ ഇന്നലെ ഡി വന്ന് കണ്ടുപോയി. ഹോട്ടൽ കൃഷി ഓഫീസർ ഉണ്ടായിരുന്നു, പിന്നെ അസിസ്റ്റന്റ് ഓഫീസർ ഉണ്ടായിരുന്നു. അവരെല്ലാവരും വന്ന് കണ്ടുപോയിട്ടുണ്ട് അല്ലേ? ഈ കാലാവസ്ഥ ഇപ്പോൾ ഒരു പിന്നെ വേനൽ മഴയൊക്കെ പെയ്തുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായോ? കുറച്ച് ചെറുതായിട്ട്. കുഴപ്പമൊന്നുമില്ല. എന്നാലും സഞ്ചാരികൾ ഇങ്ങനെ വന്ന് ഫോട്ടോ എടുക്കുന്നതാ. അവിടെയൊക്കെ നിറയെ സഞ്ചാരികൾ വന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഹൈവേയിൽ തന്നെയാണിത്. അതായത് നിങ്ങൾ കോഴിക്കോട് നിന്ന് വരുമ്പോൾ വയനാട് ചുരം കഴിഞ്ഞ് കോഴിക്കോട് വരുമ്പോൾ കൽപ്പറ്റ കഴിഞ്ഞ് മുട്ടിൽ കഴിഞ്ഞ് കാക്കവയൽ ടൗൺ എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പ് മടയിക്കൽ നഴ്സറി, അതുപോലെ ന്യൂ ഫോം റെസ്റ്റോറൻറ്റ്, അതിൻ്റെയൊക്കെ അടുത്ത് വാര്യാട് എന്ന സ്ഥലത്താണ് ഈ 3 ഏക്കർ ഉള്ളത്. വയനാട് വരുമ്പോൾ ഈ കാഴ്ച മിസ്സാക്കരുത്. അപ്പോൾ പ്രഭാകരേട്ടനോട് ഒന്നുകൂടെ അതിൻ്റെ അഭിപ്രായങ്ങൾ ചോദിക്കുകയാണ്. വളരെ നല്ല രീതിയിൽ ആൾക്കാർ വരുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ താങ്ക് യു പ്രഭാകരേട്ടാ, ഇങ്ങനെ നല്ലൊരു കാഴ്ചകൾ എല്ലാവർക്കും സമ്മാനിച്ചതിന്. ഓക്കെ.